എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ചെമ്മീനും കായയും കൂടിയുള്ള ഒരു മുളകിട്ട കറിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നാടൻ രീതിയിലുള്ള ഒരു കറി. അപ്പോൾ ചോറ് കഴിക്കാനായിട്ട് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അതൊരു 1.5 ടീസ്പൂൺ, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ചൂടുവെള്ളം, ആ വെള്ളത്തിലാണ് കേട്ടോ നമ്മളിതൊന്ന് കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സിയിലോ അമ്മിക്കല്ലിലോ ഒന്നും അരയ്ക്കണ്ട, ഇതേ രീതിയിലൊന്ന് കുതിർത്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഈ പൊടി. ഇനിയിപ്പോൾ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകും ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് നല്ല ചതച്ചെടുത്തതാണ്. ഒരു 10-15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഒന്ന് വാട്ടിയെടുക്കുന്നത്. പിന്നെ നമ്മൾ നല്ല കാന്താരി മുളകാണ് കേട്ടോ, അതാണ് കേട്ടോ ഞാനിതിൽ ചേർക്കുന്നത്. അത് ചതച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വാട്ടിക്കൊടുക്കാം. ഇനിയിപ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറിക്കഴിയുമ്പോൾ ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സവാളയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടി നനച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നല്ലപോലെ മൂത്തതിന് ശേഷം ഒന്ന് എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതാ ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കിയതാണ് കേട്ടോ. അതും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വന്നു കഴിയുമ്പോൾ ഒരു 1.5 കിലോ കൊഞ്ചാണ് കേട്ടോ, ഒരു മീഡിയം സൈസ് കൊഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിലൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ, നേന്ത്രക്കായയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അതോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേന്ത്രക്കായ 4 ആക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നടുക്കൊന്ന് കീറിയിട്ട് പിന്നെ ഒന്നും കൂടി കീറിയിട്ടാണ് കേട്ടോ 4 ആക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞതാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ചാറ് ഇനി വേണമെങ്കിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. ഇത്രയും ചാറ് മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വറ്റി വരണം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കണം. ഉപ്പിൻ്റെ പോരായ്ക ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മൂടികയൊക്കെ തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനിയും അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം അത്രയും വേണ്ടു കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ കറികളൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് മതി. കുറച്ച് ചാറോടുകൂടി തന്നെ നമുക്ക് ഈ കറി സെർവ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള കറിയാണ് കേട്ടോ. ചോറ് കഴിക്കാൻ ഈ ഒരൊറ്റ കറി മതി. ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ്. അപ്പം നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.